ലോകം ഒരു വൻ യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കത്തിപ്പടരുമ്പോൾ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ നിയന്ത്രണം വിട്ടു. ടെലിഫോൺ ലൈനുകൾക്കപ്പുറം ഉയർന്നത് ഒരു പ്രസിഡന്റിൻ്റെ ശാസനയായിരുന്നില്ല, മറിച്ച് ഒരു പഴയ സുഹൃത്തിനെതിരെ ആഞ്ഞടിച്ച രോഷത്തിൻ്റെ തീക്കനലകളായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം ബോംബ് വർഷം തുടങ്ങിയതോടെ വാഷിംഗ്ടണിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന നിർണായക സമാധാന ചർച്ച കരാർ അട്ടിമറിക്കപ്പെട്ടു. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണി മുഴക്കി. ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ചു. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫോൺ കോളിൽ ട്രംപിൻ്റെ വാക്കുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശരിക്കും ഞെട്ടിച്ചു. ട്രംപ് യഥാർത്ഥത്തിൽ അലറുകയായിരുന്നു. നിനക്ക് ഭ്രാന്താണ്, ഞാനില്ലായിരുന്നെങ്കിൽ നീ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. നിന്റെ ജീവനാണ് ഞാൻ ഓരോ നിമിഷവും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്. നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം ലോകം മുഴുവൻ ഇസ്രായേലിനെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബുദ്ധിശൂന്യനെന്നും നന്ദി കെട്ടവനെന്നും വിളിച്ച ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധിക്ഷേപിച്ചു. ഈ രൂക്ഷമായ സംഭാഷണത്തിന് പിന്നാലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ രംഗത്തെത്തി. ഞാൻ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. ബെയ്റൂട്ടിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തരുതെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സൈന്യത്തെ പിന്തിരിപ്പിച്ചു. നന്ദി ബീബി എന്ന് അദ്ദേഹം കുറിച്ചു. ഹിസ്ബുള്ള നേതാക്കളുമായി ട്രംപ് നേരിട്ട് സംസാരിക്കുകയും വെടിനിർത്തലിന് ധാരണയാവുകയും ചെയ്തു. ട്രംപിൻ്റെ ഈ ഇടപെടൽ വീണ്ടും ചർച്ചകളെ പഴയ പോലെ ട്രാക്കിലെത്തിച്ചു. ഇതൊരു സാധാരണ ഇടപെടലല്ല. 2013 ബാറക് ഒബാമ പിന്തുടർന്ന അതേ നയതന്ത്ര തന്ത്രത്തിലേക്കാണ് ട്രംപ് മടങ്ങുന്നത്. ആണവ കരാറിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു പുതിയ ധാരണാപത്രത്തിനായി അദ്ദേഹം കളമൊരുക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇത് സമാധാനത്തേക്കുള്ള പാതയാണോ, അതോ വീണ്ടും അവസാനമില്ലാത്ത മറ്റൊരു യുദ്ധത്തിൻ്റെ തുടക്കമാണോ? യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തത് നയതന്ത്രത്തിലൂടെ നേടാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പഴയ വിശ്വാസക്കുറവ് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു കരാർ സാധ്യമാകണമെങ്കിൽ ഇരുപക്ഷവും സാധാരണ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ട്രംപിൻ്റെ ഈ കടുത്ത ഭാഷയിലുള്ള ശാസന ബെഞ്ചമിൻ നെതന്യാഹുവിനെ വരുതിയിലാക്കുമോ, അതോ മധ്യേഷ്യ വീണ്ടും യുദ്ധക്കനലായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.